എം ശ്രീ പദ്ധതി ഒപ്പിടാതെ മറ്റൊരു മാർഗവും മുഖ്യമന്ത്രിയുടെ മുന്നിലില്ല, ശിവൻകുട്ടിയുടെ മുന്നിലുമില്ല. ഇതാണ് സത്യം. ഈ സത്യത്തെ അറിഞ്ഞുകൊണ്ട് വേണം ഇവിടെ എല്ലാവരും സമരം ചെയ്യാൻ. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം പറ്റി, അത് ഞാൻ രണ്ടാമത് പറയാം. മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നു. പ്രധാനമന്ത്രിയെ കാണാൻ പോയത് സൗഹൃദ സന്ദർശനത്തിന് പ്രധാനമന്ത്രി ചായ കുടിക്കാൻ വിളിച്ച് പോയതല്ല. കേരള സംസ്ഥാനത്തെ നിരവധി പദ്ധതികൾ, അത് NRHM ആവട്ടെ, ആശാ വർക്കേഴ്സിൻ്റെ ആകട്ടെ, അതുപോലെ തന്നെ ദേശീയപാതയുടെ ആകട്ടെ, അതുപോലെ തന്നെ വിമാനത്താവളത്തിൻ്റെ ആവട്ടെ, അല്ലെങ്കിൽ വിഴിഞ്ഞം പദ്ധതിയുടെ ആകട്ടെ, അങ്ങനെ നൂറുകണക്കിന് പദ്ധതികൾ കേരളത്തിലുണ്ട്. PM ഉഷയുണ്ട്, അതുപോലെ തന്നെ കുടുംബശ്രീ ഉണ്ട്, തൊഴിലുറപ്പുണ്ട്, ഒരുപാട് പദ്ധതികൾ കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിൽ വരുന്നുണ്ട്. ഈ പദ്ധതികളുടെ പെൻഡിങ് പണം വാങ്ങുന്നതിൻ്റെ ഒരു ഡിസ്കഷനിലാണ് മുഖ്യമന്ത്രി പോയത്. അവിടെ ചെന്ന് പെൻഡിങ് പണത്തിൻ്റെ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന മന്ത്രിയെയും കണ്ടു. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ടിട്ട് ഞങ്ങൾക്ക് SSAയുടെ പൈസ തരണം, PMCയുടെ പൈസ അല്ല ചോദിച്ചത്, ഇത് വളരെ കൃത്യമായി നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം, SSAയുടെ പൈസ തരണം എന്നാവശ്യപ്പെടുകയും SSAയിലുള്ള 1148 കോടി രൂപ 2 വർഷമായി തടഞ്ഞു വച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു, നിങ്ങൾക്ക് SSAയ്ക്ക് പൈസ തരാം, പക്ഷേ നിങ്ങൾ PM ശ്രീ കൂടി ഒപ്പിടണം. അപ്പോഴും ചിലപ്പോൾ മുഖ്യമന്ത്രി ഒരു 2 മനസ്സ് കാണിച്ചിരുന്നെങ്കിലും നേരത്തെ 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഗെയിൽ പദ്ധതി, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇവിടെ വളരെ സ്ലോ പ്രോസസ്സിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നപ്പോൾ കേന്ദ്രത്തിൽ പോയി പ്രധാനമന്ത്രി കണ്ടപ്പോൾ മറ്റൊരുപാട് പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞു, താങ്കൾ എല്ലാ പദ്ധതികളെക്കുറിച്ച് നിർത്തിവെക്കൂ, ഗെയിൽ പദ്ധതി നടപ്പിലാക്കിയിട്ട് വരൂ. അങ്ങനെ ഉറപ്പ് കൊടുക്കുന്നു മുഖ്യമന്ത്രി. ആ ഉറപ്പ് കൊടുത്തതിന് ശേഷം ഇവിടെ വന്നിട്ട് ഗെയിൽ പദ്ധതി നടപ്പിലാക്കേണ്ടി വരുന്നു. അങ്ങനെ നടപ്പിലാക്കി ഗെയിൽ പദ്ധതി. പക്ഷേ കേരള സർക്കാരിൻ്റെ ക്രെഡിറ്റ് ആയിട്ട് എടുത്തു, കേന്ദ്ര സർക്കാരിൻ്റെ സമ്മർദ്ദം ഉണ്ടായിരുന്നു. അതുപോലെ PM ശ്രീ പദ്ധതി, നിങ്ങൾക്ക് SSAയ്ക്ക് പൈസ തരാം, മാത്രമല്ല SSAയ്ക്ക് മാത്രമല്ല ബാക്കി സ്കീമുകൾക്കും നിങ്ങൾക്ക് പണം തരാം. പക്ഷേ പണം തരണമെങ്കിൽ നിങ്ങൾ PM ശ്രീയിൽ ഒപ്പുവെക്കണം. PM ശ്രീ NEPയുമായി റിലേറ്റഡ് തന്നെയാണ്, അതിനകത്ത് യാതൊരു തർക്കവുമില്ല. PM ശ്രീ ഡോക്യുമെൻറ്റിൽ NEP ഉണ്ട്. അപ്പോൾ കാരണം 5 വർഷത്തേക്ക് ഇത് കേന്ദ്രത്തിന് സ്കൂളുകൾ കൈമാറുകയാണ്. സ്വാഭാവികമായിട്ട് കേന്ദ്രീയ വിദ്യാലയത്തിലും സൈനിക സ്കൂളിലൊക്കെ നടക്കുന്ന സിലബസ് തന്നെയായിരിക്കും അവിടെ ഫോളോ ചെയ്യുന്നത്. ആ സിലബസ് കഴിഞ്ഞതിന് ശേഷം അവിടെ മറ്റൊരുപാട് കാര്യങ്ങൾ ചെയ്തതിന് ശേഷം സ്റ്റേറ്റിന് കൈമാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റേറ്റിന് ഇതിൽ ഒപ്പുവയ്ക്കണോ വേണ്ടേ? 2 വിഷയങ്ങളാണ് ഇവിടെ പ്രധാനം. ഒന്ന്, നമ്മുടെ ഗോവിന്ദൻ മാഷ് പറയുന്നതിനകത്തൊരു പോയിന്റ് ഉണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഭരണത്തിലേക്ക് വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ എല്ലാ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും സോഷ്യലിസ്റ്റ് ആശയങ്ങളും മതേതര ആശയങ്ങളും ഒരു ഭരണകൂടത്തിൽ കൊണ്ടുവരാൻ പറ്റില്ല. കാരണം ഭരണകൂടം എന്ന് പറയുന്ന ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര, സംസ്ഥാന, പഞ്ചായത്ത് എന്നൊക്കെ പറയുന്ന വിവിധ തലങ്ങളുള്ളതാണ്. അവിടെ ഒരു ഫെഡറൽ വ്യവസ്ഥയുണ്ട്. ഫെഡറൽ വ്യവസ്ഥയിൽ കേന്ദ്രത്തിൻ്റെ എല്ലാ നയങ്ങളെയും നമുക്ക് തത്വത്തിൽ എതിർക്കാം, രാഷ്ട്രീയമായി എതിർക്കാം, തെരുവിൽ ബഹളമുണ്ടാക്കാം, സെമിനാർ നടത്താം, നയരേഖ ഉണ്ടാക്കാം, എല്ലാം ചെയ്യാം. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചെയ്യാം, ഐക്യജനാധിപത്യ മുന്നണിക്ക് ചെയ്യാം, കോൺഗ്രസിന് ചെയ്യാം, CPM എല്ലാം പുറത്ത് ചെയ്യാം. അതിനകത്ത് യാതൊരു തർക്കവുമില്ല, എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട്. പക്ഷെ അകത്ത് ഗവൺമെൻറ്റിൽ ഈ എല്ലാ നയവും അതുപോലെ തന്നെ നടപ്പിലാക്കാൻ കഴിയില്ല എന്നുള്ളത് ഫെഡറൽ വ്യവസ്ഥയുടെ ഒരു പരിമിതിയാണ്. അപ്പോൾ അതൊരു പരിമിതി ഉണ്ട്. പിന്നെ ഒരു പ്രശ്നമുണ്ട്, തമിഴ്നാട്ടുകാർ നടപ്പിലാക്കിയില്ലല്ലോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ തമിഴ്നാട്ടുകാർക്ക് ഇത് നടപ്പിലാക്കിയില്ല എങ്കിലും SSA ഫണ്ടുമായി അവർക്കൊരു ബന്ധമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, SSA ഫണ്ടുമായി തമിഴ്നാട്ടിനെ ഇത് കേന്ദ്ര ഗവൺമെൻറ് ബന്ധിപ്പിച്ചിട്ടില്ല. അതുപോലെ തന്നെ SSA മറ്റ് ഫണ്ടുകളുമായി തമിഴ്നാട് ഗവൺമെൻറ്റിനെ ഇത് ബന്ധിപ്പിച്ചിട്ടില്ല. തമിഴ്നാട് ഗവൺമെൻറ്റിന് PM ശ്രീ മാത്രമേ ഉള്ളൂ തർക്ക വിഷയം. അപ്പോൾ ഇവിടെയാണെങ്കിൽ SSAയുടെ പൈസയും കൂടി ടൈപ്പ് ചെയ്തിരിക്കുകയാണ്, മറ്റ് പൈസകളും ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു ചർച്ചയാണ് ഇവിടെ നടന്നത്. ഇതൊന്നും അറിയാതെയാണ് നമ്മുടെ ചാനലിൽ വന്നിരുന്ന അന്തിച്ചർച്ചയ്ക്ക് ചുമ്മാ എങ്ങനെ കിടന്ന് നിലവിളിക്കുന്ന ഒരു കാര്യമില്ല അത്. അതുകൊണ്ട് ഇത് വളരെ കൃത്യമായി ഈ വീഡിയോ എല്ലാവരും കാണുക, ഇത് പ്രൊമോട്ട് ചെയ്യാൻ വേണം. അപ്പോൾ തമിഴ്നാട് മാത്രമല്ല, തമിഴ്നാട് കേസ് കൊടുത്തിരിക്കുന്നത് തുടങ്ങാൻ പോകുന്ന ഒരു പദ്ധതിക്കെതിരെയാണ് തമിഴ്നാട് കേസ് കൊടുത്തിരിക്കുന്നത്, PM ശ്രീ. അതേസമയം SSA ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയാണ്. നടത്തിക്കൊണ്ടിരിക്കുന്ന പദ്ധതിക്ക് പണം ആവശ്യമുണ്ട്. ആ പണം എടുക്കാൻ കേരളത്തിൻ്റെ പണമില്ല. ഇത് സത്യമല്ലേ? സത്യത്തെ സത്യമായി കാണണ്ടേ? തമിഴ്നാട്ടുകാരിൽ SSA പോലുള്ള പദ്ധതികൾക്ക് പണമുണ്ട്. അവർക്ക് പണം നേരത്തെ കിട്ടുകയും കഴിഞ്ഞു. അവർക്ക് PM ശ്രീയുടെ മാത്രമേ ഈ പ്രശ്നമുള്ളൂ. അതുകൊണ്ട് അവർ കോടതി പോയെങ്കിലും അവരുടെ കയ്യിൽ പണമുണ്ട്. തമിഴ്നാട്ടിൻ്റെ കയ്യിൽ, നമ്മളെ കയ്യിൽ പണമില്ല. നമ്മളെ കയ്യിൽ ഒരു വശത്ത് പണമില്ല, മറുവശത്ത് കേന്ദ്രം 3-4 പദ്ധതികളെ ഒന്നിച്ച് ബന്ധിപ്പിക്കുന്നു.
പല പദ്ധതികളെയും ബന്ധിപ്പിച്ചിട്ട് നിങ്ങൾ അത് ചെയ്താലേ ഇത് തരുവുള്ളൂ എന്ന് പറയുന്നു. എന്താണ് മുഖ്യമന്ത്രി ചെയ്യുക? ഇനി ബിനോയ് വിശ്വം നാളെ മുഖ്യമന്ത്രിയായ എന്ത് ചെയ്യാൻ പറ്റും? ആര് മുഖ്യമന്ത്രിയായാലും എന്താ ചെയ്യാൻ പറ്റുക? മുഖ്യമന്ത്രിയുടെ പരിമിതി അവിടെയുണ്ട്, ശിവൻകുട്ടിയുടെ പരിമിതി അവിടെയുണ്ട്. ഇത് ചെയ്യാതെ വകുപ്പുകൾ തമ്മിലുള്ള പണം വാങ്ങാൻ പറ്റുമോ? നെല്ലിൻ്റെ പൈസ ചോദിച്ചു, 1000 കോടി രൂപ നെല്ലിന് തരാനുണ്ട്, മുഴുവൻ സബ്സിഡിയും കേന്ദ്രമാണ്. അത് ചോദിച്ചപ്പോഴും പറഞ്ഞല്ലോ നിങ്ങൾ ഇതൊക്കെ ചെയ്തിട്ട് വാ എന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ 2 ഗവൺമെൻറ് ആകുമ്പോൾ ഒരുപാട് പരിമിതി ഫെഡറൽ വ്യവസ്ഥയിലുണ്ട് എന്നുള്ളത് എല്ലാവരും തിരിച്ചറിയണം. അവിടെ മുഖ്യമന്ത്രി നിസ്സഹായനാണ്, അവിടെ വിദ്യാഭ്യാസ മന്ത്രി നിസ്സഹായനാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഇതിനകത്തുള്ള ഹിച്ച് അവിടെയല്ല, ഇതിനകത്തുള്ള കുഴപ്പം അവിടെയല്ല. നയപരമായി എടുക്കേണ്ട ഒരു തീരുമാനം, കാരണം കേരളത്തിൽ ഇത്രയും ബഹളമുണ്ടാക്കിയൊരു തീരുമാനം, SFIയുടെ ദേശീയ സമ്മേളനത്തിൽ ബഹളമുണ്ടാക്കിയൊരു തീരുമാനം, നയപരമായി ഒരുപാട് പേപ്പർ വർക്കും സെമിനാറും ഒക്കെ നടന്നൊരു തീരുമാനം, 2 പ്രാവശ്യം മന്ത്രിസഭയിൽ വന്ന കാര്യം, 2 പ്രാവശ്യവും ഡെഫർ ചെയ്ത് മാറ്റിവെച്ച കാര്യം, മൂന്നാമത് നയപരമായ തീരുമാനമായതുകൊണ്ട് ഒന്നുകിൽ മന്ത്രിസഭ വഴി ഇതങ്ങ് എടുക്കണമായിരുന്നു, CPI കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട്. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൽ മുന്നണിയിൽ ഇത് മുഖ്യമന്ത്രി ബെഹ്റിനിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷം ഒന്ന് ചർച്ചയ്ക്ക് വെച്ച് CPI കൂടി ഒന്ന് വിശ്വാസത്തിലെടുത്ത് സിലബസ് ഒന്നും നമ്മൾ ചെയ്യൂല, പണം മാത്രമേ വാങ്ങുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഉരുട്ടി അടിച്ചിരുന്നെങ്കിൽ ഈ വിവാദമൊന്നും വരത്തില്ലായിരുന്നു, CPIയും സമ്മതിക്കുമായിരുന്നു. എത്രയോ പദ്ധതികൾ അങ്ങനെ ഇവിടെ വാങ്ങുന്നു, പണം PM ഉഷയിൽ വാങ്ങുന്നു, NRHMൽ വാങ്ങുന്നു, പിന്നെ ജലജീവ മിഷനിൽ വാങ്ങി, NWDPRI വെള്ളത്തിൻ്റെ കാര്യത്തിൽ വാങ്ങി, പിന്നെ സ്വജൽധാരയിൽ ഇതിലെല്ലാം ഒരുപാട് കണ്ടീഷൻസ് ഉണ്ടായിരുന്നു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ. ഈ കണ്ടീഷൻസ് ഒന്നും പാലിക്കപ്പെട്ടിട്ടുമില്ല, പൈസ മേടിക്കുകയും ചെയ്തു. പിന്നെ ചിലയിടത്ത് കണ്ടീഷൻ പാലിക്കാത്തതുകൊണ്ട് പൈസ നഷ്ടമാവുകയും ചെയ്തു. വാട്ടർ അതോറിറ്റിക്ക് 500 കോടി രൂപ ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ പാലിക്കാത്തതുകൊണ്ട് നഷ്ടമാവുകയും ചെയ്തു നേരത്തെ. അതെല്ലാം പഴയ കഥ. പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിക്കും ശിവൻകുട്ടിക്കും വേറെ മാർഗമില്ല. പക്ഷെ അവർ ചെയ്ത രീതി ഒരല്പം തെറ്റിപ്പോയി. CPI കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന സമിതിയിൽ ഈ വിഷയം പറഞ്ഞുകൊണ്ട് MA ബേബി അടക്കമുള്ള ആളുകളെ ഒന്ന് വിശ്വാസത്തിലെടുത്തുകൊണ്ട് എന്തായാലും ഇന്നത്തെ CPMനെ സംബന്ധിച്ചിടത്തോളം CM പറയുന്നത് തന്നെയാണ് അവസാന വാക്ക്. അപ്പം പിണറായി വിജയൻ വേണമെങ്കിൽ CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന കമ്മിറ്റിയും കൂടി ഇത് വാങ്ങിച്ചേ പറ്റും, നമുക്ക് വേറെ മാർഗ്ഗമില്ല. ഡൽഹി പോയിട്ട് വന്നപ്പോൾ ഇതാണ് ഉത്തരം, വാങ്ങാം. അതിനുശേഷം അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കമ്മിറ്റി കൊണ്ട് വയ്ക്കുക, അതിനുശേഷം ക്യാബിനറ്റിലേക്ക് പോവുക. ഈ ഒരു പ്രോസസ്സ് ചെയ്തതിൽ ഒരു പ്രശ്നമുണ്ട്. അല്ലാതെ മുഖ്യമന്ത്രിയുടെ മുന്നിൽ മറ്റൊരു മാർഗമില്ല, ശിവൻകുട്ടിയുടെ മുന്നിൽ വേറെ ഒരു മാർഗവുമില്ല. പിന്നെ കിടന്ന് ഉരുണ്ടുരുണ്ട് ഇങ്ങനെ മണ്ണ് പുരളാതെ പോകാം എന്നുള്ളതല്ലാതെ വാങ്ങുകയല്ലാതെ ഒരു നിവർത്തിയുമില്ല. ഇനി വാങ്ങിയതിന് ശേഷം സിലബസ് എടുക്കണമോ, ആരെ പഠിപ്പിക്കണം, എന്ത് പഠിപ്പിക്കണം എന്നുള്ളതൊക്കെ മറ്റൊരു കാര്യം. ഒരു കാര്യം കൂടി ലാസ്റ്റ് പോയിന്റ് പറഞ്ഞോട്ടെ. NEPയുടെ PM ശ്രീ എന്ന് പറയുന്നത് സ്കൂളുകളുടെ പരിപാടിയല്ലേ, കോളേജിൻ്റെ പരിപാടി നടപ്പിലാക്കിയല്ലോ. FUGP ഇവിടെ നടപ്പിലാക്കിയല്ലോ. FYUGP 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഇവിടെ ചെയ്തല്ലോ, 4 വർഷത്തെ പ്രോഗ്രാം. ബിന്ദു ആൾറെഡി ഒപ്പിട്ട്, നമ്മുടെ ഡോക്ടർ ബിന്ദു ആൾറെഡി ഈ കാര്യങ്ങളിലൊക്കെ ഒപ്പിട്ട് NEPയുടെ പൈസ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് കോളേജിലേക്ക് വാങ്ങുന്നു, സ്കൂളിലേക്ക് വാങ്ങാതിരിക്കാൻ പറ്റില്ല. പണം വാങ്ങാതിരുന്നാൽ ഒരുപാട് പദ്ധതികളെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് മുഖ്യമന്ത്രി പണം വാങ്ങുന്നത്. അപ്പോൾ പിന്നെ പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റുന്നത് പണം വാങ്ങുക, ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക, പറ്റാത്തത് ചെയ്യാതിരിക്കുക.